ഈ പൊതുവിൽ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു കോമണായ വചനമുണ്ട്. ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചാൽ അവിടെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ വർഷത്തെ ഹജ്ജ് പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ടു എന്ന് പറയാം എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. പലപ്പോഴും മതപ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെയും സ്വീകരിക്കപ്പെടുന്നതും നിരാകരിക്കപ്പെടുന്നതും അതിന് പ്രതിഫലം നൽകുന്നതും ഒക്കെ പടച്ചവൻ്റെ തീരുമാനമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ മാത്രമാണ് അതിൻ്റെ അന്തിമ തീരുമാനം എന്നുള്ളതാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ വിശ്വാസവും ബോധ്യവും. അതാണ് അവർ പ്രാർത്ഥിക്കാറുമുള്ളത്. ഇത് സ്വീകരിക്കണമേ നാഥ, ഞങ്ങളുടെ ഈ കർമ്മങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറയുന്നത്. ഇത്തവണത്തെ ഹജ്ജിന് അങ്ങനെ ഒരാളിൻ്റെ ഈ ഹജ്ജ് കർമ്മം എന്തെങ്കിലുമൊക്കെ ബാഹ്യമായ ലക്ഷണങ്ങൾ കൊണ്ട് തീരുമാനിക്കപ്പെട്ടതാണ് എന്ന് വളരെ പരിമിതമായ ചിന്തയിൽ, വളരെ അപക്വമായ ചിന്തയിൽ, എല്ലാ ന്യൂനതകളോടും കൂടി ചിന്തിച്ചാൽ അതിന് കഴിയുന്നൊരു പേരാണ് ഈ ആമിർ മെഹദി അൽ മൻസൂർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന മനുഷ്യൻ്റേത്. നമ്മുടെ കാലത്ത് ഉപാധികളില്ലാതെ മറ്റൊന്നുമില്ലാതെ നേർക്ക് നേരെ ഒരാളിനെ വിമാനത്തിൽ കയറ്റാൻ കഴിയാതെ 2 തവണ പോവുക, അതിന് സാങ്കേതിക പ്രശ്നം വരിക, അയാൾ അവിടെ തന്നെ തുടരുക, മൂന്നാമത് അദ്ദേഹം കയറി പോവുക എന്നൊക്കെ പറയുന്നത് വളരെ സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. ആ മനുഷ്യനെക്കുറിച്ചാണ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പൊക്കെ ഇങ്ങനെ പല വാർത്തകൾ വന്നിരുന്നു. ഈ ഫേക്ക് ന്യൂസ്, അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഫേക്ക് ന്യൂസുകളുടെ ഒരു ഹബ്ബാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉത്ഭവം ഇന്ത്യയാണോ അല്ലയോ എന്നറിയില്ല. എന്തായാലും ഇന്ത്യയിൽ നിന്നാണെന്നാണ് പ്രാഥമികമായി തോന്നുന്നത്. ഇത് നമ്മൾ ഈ പറഞ്ഞ വളരെ കടും വിഷകാരികളായ യുക്തിവാദികളുടെയും അത്തരം ആളുകളും ഒരു അപഹസിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ച് നിരവധിയായ ഈ ഫേക്കു എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാൻഡാണെന്നുള്ള നിലയിൽ നിരവധിയായ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഏതാണ്ട് 95.04 കോടി ജനങ്ങളാണ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉള്ളത്. അതിൽ ഈ വ്യാജ വിവരങ്ങൾ കോവിഡ് കാലം മുതൽ ഏതാണ്ട് 214% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. 214. എല്ലാ 6 വാർത്തകളും നിങ്ങൾ കാണുമ്പോൾ അതിലൊരു വാർത്ത വ്യാജമാണെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ അർബൻ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളായിരിക്കും വളരെ പെട്ടെന്ന് ഈ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ അർബൻ മേഖലയിൽ താമസിക്കുന്ന ആളുകളിൽ 85% ആളുകളെങ്കിലും ഈ ഓൺലൈൻ ഹേറ്റ് സ്പീച്ചും വ്യാജ വാർത്തയും ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട്. അതിലൊരു 38% ഉത്ഭവിക്കുന്നത് വേരിഫൈഡ് പേജിൽ നിന്നാണ്. നമ്മൾ ഈ വ്യാജ വാർത്തകൾ കാണുമ്പോൾ അത് എന്തോ തലയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പിതൃശൂന്യ പേജുകളിൽ നിന്നല്ല, 38% വരുന്നത് ഈ പറയുന്ന നമ്മുടെ വേരിഫൈഡ് പേജുകളിൽ നിന്നാണ്. അതിൽ 70% ഈ 38% വേരിഫൈഡ് പേജിൽ നിന്ന് മാത്രമാണെങ്കിൽ ആകെയുള്ള വാർത്തയുടെ 70% വരുന്നത് അതിൽ ഷെയർ ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഒരാൾ വേരിഫൈഡ് പേജായിരിക്കും. പിന്നെ വളരെ ഡീപ്പായിട്ടുള്ള ഫേക്ക് ന്യൂസുകൾ ഈ 2024 ഇലക്ഷനിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടുവെന്നും ഈ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനൊരുപാട് കാരണങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് കൺട്രോൾ ഇല്ലാത്തതാണ്. പിന്നെ AI ഡ്രിവണായിട്ടുള്ള ഒരുപാട് മിസ്ഇൻഫർമേഷനാണ്. പിന്നെ പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയുള്ള മാനിപ്പുലേഷനും ഇലക്ഷൻ സംഗതികളുമൊക്കെയാണ് എന്നൊക്കെ പറയുന്ന കുറേ സംഗതികളുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ നാട്ടിലാണ് ഫേക്കുവിൻ്റെ വിളയാട്ടം കൂടുതൽ എന്ന് പറയാൻ വേണ്ടിയാണ്. ഏതായാലും ഇത്തവണത്തെ ഹജ്ജിനെ സമീപിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഹജ്ജിൻ്റെ താരം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ തന്നെയാണ്. ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഇത്തവണത്തെ 2025 ഈ ഹജ്ജിൻ്റെ താരം. അദ്ദേഹം ഒടുവിൽ ഒരു പേജിലൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും തൻ്റെ ഹജ്ജിനെക്കുറിച്ചും പറയുന്ന വാക്കുകൾ കേൾക്കാം. تكلم عن وفاة أخوك عامر، والحمد لله بصحة جيدة، والآن نؤدي في مناسك الحج. إن شاء الله ربي يقبل منا، إن شاء الله ربي يصلح حال البلاد والعباد، إن شاء الله ربي يحفظك يا أخوي أحمد، إن شاء الله ربي يجعلها حجة لا رياء فيها ولا سمعة يا حبيبي، إن شاء الله ربي يكمل على خير يا رب العالمين. نروح الوطن سالمين غانمين إن شاء الله يا رب. تسلم يا أخوي أحمد، تسلم يا حبيبي. എന്തായാലും അത് ഫേക്കല്ല, അത് ആമിർ തന്നെയാണ്. ആരോഗ്യത്തോടെ ഉണ്ട് എന്ന് നേരിട്ട് ഈ പറയുന്ന വാർത്തകളോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പങ്കുവച്ച വാക്കുകളാണ്.